ഹായ് ഓൾ അസ്സലാമു അലൈക്കും. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഈ ഒരു മെറ്റീരിയൽ വെച്ചിട്ട് നമുക്കൊരു ഫുൾ ലെങ്ത്ത് കുർത്തി ചെയ്തെടുക്കാം കേട്ടോ. നമുക്കതിൻ്റെ വിശേഷങ്ങളൊക്കെ ഒന്ന് കണ്ടു നോക്കാം. മെഷർമെൻറ്റൊക്കെ മാർക്ക് ചെയ്തെടുക്കാം. ലൈനിങ് പീസിലാണ് മെഷർമെൻറ്റ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. മാർക്ക് ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാൻ നെക്കിൻ്റെ ലെങ്ത്ത് എടുത്തിട്ടുണ്ടായിരുന്നത് 6 ഇഞ്ചാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. നെക്കിൻ്റെ വിഡ്ത്ത് എടുത്തിട്ടുണ്ടായിരുന്നത് 3.5 എടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഷോൾഡർ 4.5 ആണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ആം ഹോൾ എടുത്തിട്ടുണ്ടായിരുന്നത് 7.5 ആണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ചെസ്റ്റിൻ്റെ ലെങ്ത്തായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത് 9 ഇഞ്ചാണ്. അതിൻ്റെ സ്റ്റിച്ചിങ് ലെങ്ത്തായിട്ട് 2 ഇഞ്ചും കൂടെ കൂട്ടിയെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. യോക്കിൻ്റെ ലെങ്ത്തായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത് 15.5 ആണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. വെസ്റ്റ് റൗണ്ടായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത് 9.5 ആണ്. അവിടെ ഒരു 1.5 കൂടെ സ്റ്റിച്ചിങ് ലെങ്ത്തായിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കതൊക്കെ ഒന്ന് വരച്ചെടുക്കാം. അതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഒക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. നെക്കിൻ്റെ വിഡ്ത്തായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത് 3.5 ആണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ ലെങ്ത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത് 6 ഇഞ്ചായിരുന്നു കേട്ടോ. ഫ്രണ്ട് നെക്കിൻ്റെ കൊടുത്തിട്ടുണ്ടായിരുന്നത് 6 ഇഞ്ച്, ബാക്ക് നെക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നത് 3 ഇഞ്ചാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഫ്രണ്ട് നെക്ക് ഞാനൊരു വി നെക്കായിട്ടാണ് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. ബാക്ക് നെക്ക് റൗണ്ട് നെക്കായിട്ടുമാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇനി നമുക്ക് 2 പീസും സെപ്പറേറ്റ് ആയിട്ട് എടുത്തിട്ടുണ്ട്, ഫ്രണ്ടും ബാക്കും. ഇനി ആദ്യം ഫ്രണ്ട് നെക്ക് മാർക്ക് ചെയ്തതിന് ശേഷം കട്ട് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം നമുക്ക് ബാക്ക് നെക്കും കൂടെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. കട്ട് ചെയ്ത് വെച്ച ലൈനിങ് പീസ് മെയിൻ പീസിൻ്റെ മുകളിലായിട്ട് വെച്ചിട്ട് കറക്റ്റ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, മാർക്ക് ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ അതിൻ്റെ മുകളിലൂടെ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. മെയിൻ പീസിൽ നമ്മൾ നെക്ക് കട്ട് ചെയ്ത് കൊടുക്കണില്ല. ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്തെടുത്തിട്ട് മെയിൻ പീസിൻ്റെ മുകളിലായിട്ട് ലൈനിങ് പീസ് വെച്ചിട്ട് നെക്ക് അടിച്ചതിന് ശേഷമാണ് കേട്ടോ കട്ട് ചെയ്ത് കൊടുക്കണം. മറിച്ചിട്ട് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുക. ഞാനിതിൽ കാണിക്കുന്നുണ്ട്. ഇനി നമുക്കിതിൻ്റെ സ്ലീവ് കട്ട് ചെയ്ത് കൊടുക്കാം. ഞാൻ സ്ലീവ് കൊടുത്തിട്ടുണ്ടായിരുന്നത് എൻഡിൽ എലാസ്റ്റിക്കൊക്കെ കൊടുത്തൊരു പഫ് സ്ലീവാണ് കേട്ടോ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത്. എൻ്റെ ലെങ്ത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത് 23 ആണ്. റൗണ്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത് 7 ഇഞ്ചുമാണ് കേട്ടോ. ഈ ഒരു സൈഡിലായിട്ട് 4.5 അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അതിലേക്ക് കറക്റ്റായിട്ട് റൗണ്ട് ചെയ്തിട്ട് അങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അതിന് ശേഷം അത്യാവശ്യം ഞാൻ വിഡ്ത്തിൽ തന്നെ ഈ ഒരു മെറ്റീരിയൽ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ലെങ്ത്ത് കറക്റ്റായിട്ടും കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ വിഡ്ത്ത് അത്യാവശ്യം കൂട്ടിയെടുത്തിട്ടുണ്ടായിരുന്നു. എന്താണെന്ന് വെച്ചാൽ നമ്മൾ എൻഡിൽ എലാസ്റ്റിക്കും കൊടുക്കുന്നുണ്ട്, അതുപോലെ തന്നെ ഇതിൻ്റെ മുകളിലായിട്ട് ഫ്രില്ലും കൊടുക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് വീതിയിൽ തന്നെ നമ്മൾ ഈ ഒരു മെറ്റീരിയൽ എടുക്കണം കേട്ടോ.
ഇനി നമുക്ക് ഇതിൻ്റെ സ്കേർട്ട് പാർട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അതിൻ്റെ സ്കേർട്ട് പാർട്ടിൻ്റെ വിഡ്ത്ത് എത്ര വരുന്നത് എന്നൊന്ന് ഞാനൊന്ന് മെഷർ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. ഇതിൽ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് 16 ഇഞ്ചാണ് കേട്ടോ കിട്ടിയിട്ടുണ്ടായിരുന്നത്. നമ്മൾ യോക്ക് പാർട്ട് കട്ട് ചെയ്ത ടൈമിൽ അതിൻ്റെ വേസ്റ്റ് പാർട്ട് ഒരു 35.5 ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇരട്ടിയായിട്ട് എടുക്കണമല്ലോ. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ഫ്രില്ലിട്ട് കൊടുത്തിട്ടാണ് ചെയ്യണത്. സ്കർട്ട് പാർട്ടിൽ ഫ്രില്ലാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഏകദേശം നമുക്ക് 16 ഇഞ്ച് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു മെറ്റീരിയൽ കറക്റ്റായിട്ട് 16 ഇഞ്ച് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇനി ഈ ഒരു മെറ്റീരിയൽ 4ആയിട്ട് മടക്കിയിട്ട് നമുക്ക് ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഞാൻ ഫുൾ ലെങ്ത്താണ് ഈ ഒരു ഡ്രസ്സ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത്. ഇതിൻ്റെ സ്കേർട്ട് പാർട്ടിൻ്റെ ലെങ്ത്ത് വന്നിട്ടുണ്ടായിരുന്നത് 42 ആണ് എടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ എൻഡിലായിട്ട് ഞാനിങ്ങനെ ഒന്ന് ഫ്ലോപ്പ് ചെയ്തിട്ട് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. താഴ്ഭാഗത്തു നിന്ന് ഇങ്ങനെ ഒന്ന് ഫ്ലോപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ഫുൾ ലെങ്ത്ത് ചെയ്യുമ്പോൾ ഇങ്ങനെ തൂങ്ങി നിൽക്കാതെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്തെടുത്തിട്ടുള്ളത്. ഒരു 1.5 ഇഞ്ച് കയറ്റിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഒന്ന് ഫ്ലോപ്പ് ചെയ്ത് മാർക്ക് ചെയ്ത് കൊടുത്തു കേട്ടോ. ഇനി ഞാൻ ഫ്രണ്ട് പാർട്ടും ബാക്ക് പാർട്ടും സെപ്പറേറ്റ് ചെയ്തിട്ട് തന്നെയാണ് കേട്ടോ എടുക്കുന്നത്. ഒരു ഒപ്പം വെച്ചിട്ട് ഫ്രില്ലിട്ട് കൊടുക്കല്ല, ഞാൻ സെപ്പറേറ്റ് ആയിട്ടാണ് ഫ്രില്ലിട്ട് കൊടുക്കുന്നത്. ഇപ്പോൾ കട്ടിങ് ഫുള്ളായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ സ്കേർട്ട് പാർട്ടിൻ്റെ ലൈനിങ്ങും കൂടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കിതിൻ്റെ സ്റ്റിച്ചിങ്ങിലേക്ക് കിടക്കാം കേട്ടോ. സ്റ്റിച്ചിങ് എങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു വെച്ചാൽ ഫസ്റ്റ് തന്നെ യോക്ക് പാർട്ടാണ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത്. ഫ്രണ്ട് പീസിൻ്റെ നല്ല വശവും അതുപോലെ തന്നെ ലൈനിങ് പീസിൻ്റെ നല്ല വശം കൂടെ ഒപ്പം വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ആദ്യം നെക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ ബാക്ക് പീസും ഫ്രണ്ട് പീസും സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യുക, ബാക്ക് പീസിൻ്റെ നെക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഫ്രണ്ട് പീസ് ഞാൻ കട്ട് ചെയ്ത് കൊടുത്തിട്ട് മറിച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ബാക്ക് പീസ് മറിച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നതിൻ്റെ മുമ്പായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഷോൾഡർ അറ്റാച്ച് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഫ്രണ്ട് പീസിൻ്റെ നല്ല വശവും അതുപോലെ തന്നെ ബാക്ക് പീസിൻ്റെ നല്ല വശവും ഒരുമിച്ച് വെച്ചിട്ട് അതിൻ്റെ മുകളിലായിട്ട് ബാക്ക് പീസ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്ത ലൈനിങ് ഉണ്ടല്ലോ അത് അതിൻ്റെ മുകളിലായിട്ട് വെച്ചിട്ടാണ് നമ്മൾ ഷോൾഡർ അറ്റാച്ച് ചെയ്ത് കൊടുക്കേണ്ടത്. ഇപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്ന പോലെയാണ് ചെയ്തെടുക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഷോൾഡർ അറ്റാച്ച് ചെയ്ത ആ ഒരു തയ്യൽ തുമ്പോ കാര്യങ്ങളോ ഒന്നും കാണൂല, നല്ല വൃത്തിയായിട്ട് തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് കിട്ടും കേട്ടോ. ഇപ്പോൾ ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല വൃത്തിയായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഷോൾഡർ അറ്റാച്ച് ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യുക, ഇനി ബാക്ക് നെക്കും കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് പതിച്ചിട്ട് അടിച്ചു കൊടുക്കാം കേട്ടോ. അടുത്തതായിട്ട് നമ്മൾ സ്ലീവാണ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. അതിൻ്റെ സെൻറ്റർ ഭാഗം ഞാനൊന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഷോൾഡറിൻ്റെ സെൻറ്റർ ഭാഗവും അതുപോലെ തന്നെ സ്ലീവിൻ്റെ സെൻറ്റർ ഭാഗം കൂടെ ഒരുമിച്ച് വെച്ചിട്ട് ഒരു പിന്നെ എന്തെങ്കിലും കുത്തി കൊടുക്കുക. എന്നിട്ട് ബാക്കി വരുന്ന നമ്മൾ അത്യാവശ്യം വിടത്തിലാണല്ലോ എടുത്തിട്ടുണ്ടായിരുന്നത്, കറക്റ്റ് ചെയ്തിട്ടല്ലല്ലോ എടുത്തത്. അപ്പോൾ എന്ത് ചെയ്യുക, നമ്മൾ ഫ്രില്ലിട്ട് കൊടുക്കണം കേട്ടോ. അതിൻ്റെ മുകളിലായിട്ട് ഫ്രില്ലിട്ട് കൊടുക്കണം. അപ്പോൾ ഞാൻ ഇതിൽ കാണിക്കുന്നുണ്ട്, ഇങ്ങനെ രണ്ട് ഭാഗത്തെ എൻഡും ഇങ്ങനെ ഒപ്പം വെച്ചിട്ട് ബാക്കിയുള്ള പീസ് ഇങ്ങനെ ഫ്രില്ലിട്ട് കൊടുക്കാം കേട്ടോ. സ്ലീവ് ഇവിടെ ഫ്രില്ല് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഫ്രില്ല് വന്നിട്ടുണ്ടായിരുന്നത് അതിൻ്റെ സെൻറ്ററിൽ നിന്ന് 3.5 ഇഞ്ച് വിഡ്ത്തിലാണ് കേട്ടോ ഫ്രില്ലെടുത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. രണ്ട് ഭാഗത്തും 3.5 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുത്തിട്ട് അതിൻ്റെ ഉള്ളിലായിട്ട് ഞാൻ ഫ്രില്ല് കൊടുത്തിട്ടുണ്ടായിരുന്നു. സ്ലീവിൻ്റെ എൻഡ് ഭാഗത്ത് എലാസ്റ്റിക്കാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ആദ്യം നമ്മളിങ്ങനെ ചെറുതായിട്ടൊന്ന് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം ഞാൻ ഈ ഒരു ടൈപ്പ് എലാസ്റ്റിക്കാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആദ്യം ചെറുതായിട്ട് മടക്കി കൊടുത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, ഈ ഒരു എലാസ്റ്റിക് ഇട്ട് കൊടുക്കാൻ പറ്റുന്ന തരത്തിൽ ആ ഒരു വീതിക്കും കൂടെ ഒന്നും കൂടെ മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. എലാസ്റ്റിക് ഞാൻ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത് 6 ഇഞ്ചിലാണ് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. സ്ലീവിൻ്റെ റൗണ്ട് വന്നിട്ടുണ്ടായിരുന്നത് 7 ഇഞ്ചായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ എലാസ്റ്റിക് കട്ട് ചെയ്ത് കൊടുത്തത് 6 ഇഞ്ചിൽ.
ഇപ്പം ഞാനിവിടെ സ്ലീവിൻ്റെ എൻഡ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യാം, നമുക്ക് പിന്നെ കുത്തിയിട്ട് നമുക്ക് ഈ ഒരു എലാസ്റ്റിക് അതിൻ്റെ ഉള്ളിലൂടെ എടുത്തിട്ട് 2 സൈഡും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. സ്ലീവ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു. അതിന് ശേഷം ഇനി നമുക്ക് എന്ത് ചെയ്യണം, സ്കേർട്ട് പാർട്ടും അതുപോലെ തന്നെ യോക്ക് പാർട്ടും കൂടെ ഒരുമിച്ച് വെച്ചിട്ട് ഫ്രില്ലിട്ട് കൊടുക്കാം കേട്ടോ ചെയ്യേണ്ടത്. ഞാൻ യോക്ക് പാർട്ടിൻ്റെ സെൻറ്ററും അതുപോലെ തന്നെ സ്കേർട്ട് പാർട്ടിൻ്റെ സെൻറ്ററും കൂടെ ഒരുമിച്ച് വെച്ചിട്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ആ ഒരു ഭാഗം ഒരുമിച്ച് വെച്ചിട്ട് ഒന്ന് ഫ്രില്ലിട്ട് കൊടുക്കാം. ഫ്രില്ലിട്ട് കൊടുത്തതിന് ശേഷം ബാക്കി വരുന്ന പീസ് നമുക്ക് ഫുള്ളായിട്ട് നമുക്ക് പ്ലീറ്റ് ഇട്ട് കൊടുക്കണം കേട്ടോ. അത് സെൻറ്റർ കട്ട് ചെയ്ത് കൊടുത്തിട്ട് പ്ലീറ്റ് ഇട്ട് കൊടുക്കുമ്പോൾ 2 സൈഡിലും ഒരുപോലെ നമുക്ക് പ്ലീറ്റ് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് ഒരുമിച്ച് വെച്ചിട്ട് എത്രയാണോ നമുക്ക് ഫ്രില്ലിട്ട് കൊടുക്കാൻ കഴിയണമെന്ന് വെച്ചാൽ അത്രത്തോളം നല്ല നീറ്റായിട്ട് തന്നെ ഫ്രില്ലിട്ട് കൊടുക്കുക. ചെറിയ ഫ്രില്ലിട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ നല്ല ഭംഗിയായിട്ട് നമുക്ക് കിട്ടും. ഞാൻ ഫ്രില്ലിട്ട് കൊടുത്തതിന് ശേഷം കാണിക്കാം കേട്ടോ. ഇപ്പോൾ ഇവിടെ ഞാൻ ഫ്രണ്ട് പാർട്ടും അതുപോലെ തന്നെ ബാക്ക് പാർട്ടും ഫുള്ളായിട്ട് ഫ്രില്ലിട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം എന്ത് ചെയ്യണം, സ്ലീവിൻ്റെ എൻഡ് മുതൽ സ്കേർട്ട് പാർട്ടിൻ്റെ എൻഡ് വരെ നമുക്ക് സൈഡൊക്കെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. എല്ലാ യോക്ക് പാർട്ടും ഒക്കെ ഒരുമിച്ച് വെച്ചിട്ട് ലൈനിങ്ങും ഒരുമിച്ച് വെച്ചിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. ഇതിൽ നമ്മൾ സ്കേർട്ട് പാർട്ടിൻ്റെ ലൈനിങ്ങും അതുപോലെ തന്നെ സ്കേർട്ട് പാർട്ടിൻ്റെ ആ 2 ഭാഗം നമ്മൾ സെപ്പറേറ്റ് ആയിട്ടാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. ഒരുമിച്ച് വെച്ചിട്ടല്ല, ലൈനിങ് സെപ്പറേറ്റ് ആയിട്ടാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. എന്നാലുള്ളൂ നമുക്ക് ആ ഒരു വിഡ്ത്ത് കിട്ടുക കേട്ടോ. ഇത് രണ്ടും സെപ്പറേറ്റ് ആയിട്ടാണ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ലൈനിങ് പാർട്ടിൻ്റെ എൻഡും അതുപോലെ തന്നെ സ്കേർട്ട് പാർട്ടിൻ്റെ എൻഡും കൂടെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കണം കേട്ടോ. സ്കേർട്ട് പാർട്ടിൻ്റെ എൻഡ് ഈ ഒരു ഫൂട്ട് വെച്ചിട്ട് ചെറുതായിട്ട് ആണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. ചെറിയ രീതിക്കുള്ള സ്റ്റിച്ചാണ് കേട്ടോ അവിടെ കൊടുക്കുന്നത്. ആ ഒരു ഫൂട്ട് വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. ലൈനിങ് നോർമലായിട്ട് തന്നെയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ ഡ്രസ്സിൻ്റെ ഫൈനൽ ലുക്ക് ഇതാണ് കേട്ടോ. സ്ലീവിൻ്റെ എൻഡിൽ എലാസ്റ്റിക്കും അതുപോലെ തന്നെ നെക്ക് വീനെക്കായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഫ്രില്ല് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നല്ല അടിപൊളിയായിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഒക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.